ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗാർഗി പാർവതിയോട് പറയും, നീയാണല്ലോ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ആരാണ്? അതറിയാതെ എനിക്കൊരു സമാധാനവുമില്ല. ആരാണ് ആ മുത്തശ്ശൻ? നീ അത് എന്നോട് പറയണം. ഗുരുവായൂരപ്പനാണ് സത്യം. നീ പറയുന്ന കാര്യങ്ങൾ ഞാൻ ആരോടും പറയില്ല. ആരാണ് ആ മുത്തശ്ശൻ? അപ്പോൾ പാർവതി പറയും, ശേഖരമേനോൻ. കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവ് ശേഖരമേനോൻ. നീ മനസ്സിലാക്കിയതുപോലെ തന്നെ അദ്ദേഹം ഒരു പാവ മനുഷ്യനാണ്. ആ പാവത്തിനെ ഗായത്രി അമ്മയെ കൊന്നു എന്ന കള്ളക്കേസിൽപ്പെടുത്തി പ്രഭാവതി അമ്മ ജയിലിലിടുകയായിരുന്നു. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പാർവതി. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ഗാർഗി. അദ്ദേഹം എല്ലാം എന്നോട് തുറന്നു പറഞ്ഞതാണ്. എന്നിട്ട് എല്ലാം ഗാർഗിയോട് പാർവതി തുറന്നു പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗാർഗി പറയും, നീ പറഞ്ഞത് കേട്ടിട്ട് തല മരവിക്കുന്നു. ഇത്രയ്ക്ക് ക്രിമിനൽ ചിന്താഗതി ഉള്ളവരാണോ പ്രഭാവതി അമ്മയും അങ്കിളും ഒക്കെ? മനസ്സറിയാത്ത കുറ്റത്തിന് ആ മനുഷ്യൻ ജീവപര്യന്തം അനുഭവിക്കുക എന്ന് വെച്ചാൽ എത്രമാത്രം പീഡനമാണത്? അപ്പോൾ പാർവതി പറയും, അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ വേദനകൾ പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു പോയി ഗാർഗി. സത്യം ജയിക്കണം. ചതിച്ചു നേടാൻ ഇരുന്നവരെ പരാജയപ്പെടുത്തണം. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കും. ഇത് കേൾക്കുമ്പോൾ ഗാർഗി പറയും, ഇനി മുതൽ ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. പിന്നെ കാണിക്കുന്നത് പാർവതി വിശാലിൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. പാർവതിയെ കാണുമ്പോൾ വിശാൽ ചോദിക്കും, ഇതാരാണ്? മഹാലക്ഷ്മിയോ? അത് കേൾക്കുമ്പോൾ പാർവതി പറയും, കളിയാക്കണ്ട വിശാൽ സാറേ. അപ്പോൾ വിശാൽ പറയും, ഞാൻ കളിയാക്കിയതൊന്നുമല്ല. ശരിക്കും നീ ഈ കുടുംബത്തിലെ മഹാലക്ഷ്മി തന്നെയാണ്. നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി അക്ഷയ തൃതീയ പൂജ ഓർമ്മിച്ച് നടത്തിയ നീ മഹാലക്ഷ്മി അല്ലാതെ പിന്നെ ആരാണ്? പൂജ ഗംഭീരമായിരുന്നു കേട്ടോ. ഇന്ന് അക്ഷയ തൃതീയ ആയിട്ട് ഞാൻ പാർവതിക്ക് ഒരു പ്രത്യേക സമ്മാനം നൽകാൻ പോവുകയാണ്. അപ്പോൾ പാർവതി ചോദിക്കും, എന്ത് പ്രത്യേക സമ്മാനോ? അതെന്താണ് വിശാൽ സാറേ? അതൊക്കെയുണ്ട്, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വിശാൽ പോയിട്ട് ഒരു ജ്വല്ലറി ബോക്സ് എടുത്ത് തുറന്ന് അതിൽ നിന്നൊരു വള എടുത്തു കൊണ്ടുവരാണ് കേട്ടോ. എന്നിട്ട് പറയും, പാർവതിയുടെ കയ്യിൽ വേറെ വളകളുണ്ടെങ്കിലും ഈ വളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതെൻ്റെ അമ്മ അണിഞ്ഞിരുന്ന വളയാണ്. ഇത് നീ നിനക്കുള്ളതാണ്. നീ ഇത് അണിയണം. അപ്പോൾ പാർവതി പറയും, അത് വേണ്ട വിശാൽ സാറേ, ഇത് ഗായത്രിയമ്മയുടെ വളയല്ലേ, ഗായത്രിയമ്മയുടെ ഓർമ്മയല്ലേ, അത് ഞാൻ എങ്ങനെ അണിയും? അപ്പോൾ വിശാൽ പറയും, ഇത് പാർവതി തന്നെയാണ് അണിയേണ്ടത്. പാർവതി ഇത് ധരിച്ചാൽ അമ്മയ്ക്ക് സന്തോഷമാവുകയുള്ളൂ. അമ്മയുടെ അനുവാദം ഞാൻ വാങ്ങിയിട്ടുണ്ട്. പാർവതി ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ വള വിശാൽ പാർവതിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വിശാൽ രാത്രി ലാപ്ടോപ്പിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് കാണുന്ന ജാസ്മിൻ വിചാരിക്കും, വിശാൽ ഈ രാത്രി ഉറങ്ങാതെ ഇത് എന്തായി ചെയ്യുന്നത്? വിശാലിനോട് എന്തെങ്കിലും സംസാരിച്ചാലോ എന്ന് കരുതി റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പാർവതി അവിടേക്ക് വരുന്നത് ജാസ്മിൻ കാണുന്നത് കേട്ടോ. പാർവതിയെ കണ്ടതും ജാസ്മിൻ റൂമിൽ കയറാണ്ട് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ പാർവതി പോയിട്ട് വിശാലിനോട് ചോദിക്കും, ഉറങ്ങാറായാലേ വിശാൽ സാറേ, ഇത് എത്ര നേരമാണ് ഈ ജോലി ചെയ്യുന്നത്? അപ്പോൾ വിശാൽ പറയും, നാളെ രാവിലെ എനിക്ക് ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, അതിൻ്റെ പ്രിപ്പറേഷനാണ്. എന്നിട്ട് ആ ലാപ്ടോപ്പും ഒരു പെൻഡ്രൈവും പാർവതിക്ക് കൊടുത്തിട്ട് കബോർഡിൽ ഭദ്രമായിട്ട് കൊണ്ടുവയ്ക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ പാർവതി അത് വാങ്ങിയിട്ട് ഷെൽഫിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇതെല്ലാം ജാസ്മിൻ മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാർവതി വിശാലിനെ ബെഡെല്ലാം വിരിച്ചു കൊടുത്ത് വിശാലിനെ പിടിച്ച് കെടുത്തി പുതപ്പിച്ച് കൊടുത്ത് ഗുഡ് നൈറ്റ് എല്ലാം പറഞ്ഞ് ലൈറ്റെല്ലാം ഓഫാക്കി പാർവതി അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ വിശാൽ ഉറങ്ങിയതിനു ശേഷം ജാസ്മിൻ ആ മുറിയിൽ കയറി ഷെൽഫ് തുറന്ന് അതിൽ വെച്ചിരുന്ന പെൻഡ്രൈവ് എടുത്തു മാറ്റി പകരം അതുപോലത്തെ തന്നെ വേറൊരു പെൻഡ്രൈവ് വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജാസ്മിൻ ആ പെൻഡ്രൈവ് നോക്കിയിട്ട് പറയും, ഇത് എന്തിൻ്റെ പ്രസൻറ്റേഷൻ ആയിരിക്കും? എന്തു തന്നെയായാലും ഇനി ഇത് വിശാൽ കാണാൻ പോകുന്നില്ല. ഇത് കാണാത്തതിൻ്റെ പേരിൽ വിശാൽ പാർവതിയെ വഴക്ക് പറയണം. എനിക്കതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ശേഖരൻ ഹാളിൽ നിൽക്കുമ്പോൾ ശേഖരൻ്റെ ഫോൺ റിങ്ങുകയാണ്. അത് കാണുന്ന പ്രതാപം വിചാരിക്കും, കണ്ണ് കാണാത്ത ഇയാൾക്ക് എന്തിനാണ് ഈ ഫോണ്? ഈ ഫോൺ ഞാൻ ഇതുവരെ ഇയാളുടെ കയ്യിൽ കണ്ടിട്ടില്ലല്ലോ. ആരാണ് ഇയാൾക്ക് ഈ ഫോൺ കൊടുത്തത്? എന്നിട്ട് മുത്തശ്ശ എന്ന് വിളിച്ച് ശേഖരൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഫോൺ പിടിച്ച് വാങ്ങാണ് കേട്ടോ. എന്നിട്ട് പറയും, മുത്തശ്ശന് ആരാരും ഇല്ല എന്നല്ലേ പറഞ്ഞത്? പിന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് ആരെ വിളിക്കാനാണ് ഈ ഫോണ്? ആരോട് സംസാരിക്കാനാണ്? പറ മുത്തശ്ശ, ഈ ഫോൺ എവിടെ നിന്നാണ് കിട്ടിയത്? ആരാ ഇത് മുത്തശ്ശന് തന്നത്? ഇതെല്ലാം ഗാർഗി കേൾക്കാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗാർഗി പറയും, മുത്തശ്ശനെ ഈ ഫോൺ കൊടുത്തത് ഞാനാണ്. മുത്തശ്ശനിവിടെ ബോറടിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് മുത്തശ്ശൻ്റെ ബോറടി മാറ്റാൻ എന്തെങ്കിലും പാട്ട് കേട്ടോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ഫോൺ മുത്തശ്ശന് കൊടുത്തത്. അതിനങ്ങൾ വെറുതെ മുത്തശ്ശനെ ക്രോസ് ചെയ്തിട്ട് വിഷമിപ്പിക്കണ്ട. അങ്ങൾ വേഗം പോകാൻ നോക്ക്. അപ്പോൾ പ്രതാപൻ ആ ഫോണ് ശേഖരൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് പ്രതാപൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗാർഗി ശേഖരനോട് ചോദിക്കും, മുത്തശ്ശൻ എന്ത് അബദ്ധമായി കാണിച്ചത്? ഇപ്പോൾ അങ്ങള് മുത്തശ്ശൻ്റെ എല്ലാ കള്ളത്തിലും പിടിക്കുമായിരുന്നു. മുത്തശ്ശൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ കുറച്ചൊക്കെ ജാഗ്രത മുത്തശ്ശന് വേണം എന്ന് പറഞ്ഞിട്ട് ഗാർഗി അവിടെ നിന്ന് പോവുകയാണ്.
പിന്നെ പാർവതി പോയിട്ട് വിശാലിനെ രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശാൽ പറയും, പാർവതി നീ ഇപ്പം എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചതേ നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആകുമായിരുന്നു. ഞാൻ പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിശാൽ കുളിക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായി മറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.